സ്നേഹമുള്ള സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, 2024 എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. പ്രസിദ്ധ റഷ്യൻ എഴുത്തുകാരനായിരുന്ന ഡോസ്റ്റോവസ്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മനുഷ്യൻ അവൻ്റെ ദുഃഖങ്ങൾ എണ്ണുവാനാണ് ഏറെ താല്പര്യം കാണിക്കുന്നത്. നേട്ടങ്ങളെക്കുറിച്ച് എണ്ണുവാൻ മനുഷ്യർക്ക് താല്പര്യമില്ല. 2023 നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി ഒരു ഡയറിയിൽ രേഖപ്പെടുത്താൻ സാധിച്ചാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വളരെ തിളക്കമുള്ള ഒരു നേട്ടം നമുക്ക് തീർച്ചയായും 2023 കൈവരിക്കാൻ സാധിച്ചു എന്നതിൽ സംശയമില്ല. ഒരിക്കൽ ഒരു രാജ്യത്ത് മരിച്ചവരുടെ സെമിത്തേരി സന്ദർശിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 20 വയസ്സിൽ താഴെയാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ആളുകളെല്ലാം 20 വയസ്സിന് മുമ്പേ മരിക്കുന്നത്? അപ്പോൾ അവരിങ്ങനെ മറുപടി പറഞ്ഞു, ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഡയറി എഴുതണം. ഡയറിയിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണം. സൽക്കർമ്മങ്ങളിലെ അളവനുസരിച്ചാണ് അവരുടെ പ്രായം തീരുമാനിക്കുന്നത്. 80 വയസ്സിൽ മരിച്ചാൽ പോലും ചിലപ്പം അവരുടെ സൽക്കർമ്മങ്ങൾ വിലയിരുത്തുമ്പോൾ 20 വയസ്സോ അതിൽ താഴെയോ മാത്രമായിരിക്കും. അതുകൊണ്ട് 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ 2023 നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയ നേട്ടങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിച്ചിട്ട് വേണം 2024 പറ്റി നമുക്ക് ചിന്തിക്കുവാൻ. ആത്മവിശ്വാസത്തോളം വലിയ വിശ്വാസമില്ല. താൻ ചെയ്യുന്ന കർമ്മത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരാൾക്കും അത് പൂർത്തിയാക്കാനാവില്ല. ഫലങ്ങളിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഓരോ വെട്ടപ്പെട്ട മരത്തിനും ഒരു പ്രതീക്ഷയുണ്ട്. അതിന് പിന്നീട് കിളിർത്ത് പന്തലിക്കാൻ സാധ്യതയുണ്ട്. ഓരോ വറ്റിയ നദികൾക്കും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ വീണ്ടും ഉറവ വരുമെന്നും അവിടെ വെള്ളം എത്തുമെന്നും അവർക്ക് പ്രതീക്ഷയുണ്ട്. ടോൾസ്റ്റോയ് പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നാം നമ്മെ തന്നെ തിരിച്ചറിയുകയും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും സാധിച്ചാൽ നമുക്ക് ഏറെ മുന്നേറാൻ സാധ്യമാകും. ഇനിയും മുന്നേറാനുണ്ട് എന്നൊരു ചിന്ത നമ്മളെ വ്യത്യസ്തനാക്കുന്നു. ഇനിയും ഏറെ നമുക്ക് മുന്നോട്ട് പോകുന്നവർ ചിന്തിക്കുമ്പോൾ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയിൽ ഒരു കൊട്ടേഷനുണ്ട്. സർ, നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ വിരോധം കാട്ടുന്നത്? മോളുടെ പ്രായമുള്ള എന്നോട് ഇയാൾ വേണ്ടാത്ത പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടാണോ എന്നെ മലപ്പുറത്തെ ഗ്രൗണ്ടിൽ പോലും കയറ്റില്ല എന്ന് പറഞ്ഞു? സോളമൻ ചെയ്തതിന് ഞാൻ സോറി പറയാം. നോക്ക് സർ, ഈ കമൻട്രി പറയാന്നുള്ളത് എൻ്റെ ഒരു ഹിറ്റാണ്. അതിവിടെ നടക്കുന്നില്ലേ ഞാൻ തിരിച്ചു പോകും. എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് അവിടെ വരെ വന്ന് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അത്രയ്ക്കൊന്നും ഇല്ല. നീ ഇനി എത്രയ്ക്കുണ്ടായാലും മലപ്പുറത്ത് ഒരു ഗ്രൗണ്ടിലും കയറില്ല. ഞാൻ അയച്ച 2 മെസ്സേജിന്റെ കാര്യമല്ലേ? വാട്സാപ്പ് ഹാക്ക് ചെയ്തു, ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിടിച്ചേക്കാനേ അതൊക്കെ മതി. മോളെ ഫാത്തിമ ബീവി, ഈ കമന്ററിയുടെ കാര്യം നീ അങ്ങ് മറന്നി. പിന്നെ TV കളി കണ്ട് കമന്ററി പറയാം. അതുപോലെ ഈ പാടത്തും പറമ്പിലും പിള്ളേർ കളിക്കുമ്പോൾ അവിടെ കമന്ററി പറയാം, കുഴപ്പമില്ല. ഒരു പന്ത് പോലും തട്ടാതെ ഒരു ജേഴ്സി ഇടാതെ ദാ ഇതിട്ടോണ്ടി കണ്ടതൊക്കെ നടത്തിയെടുക്കാൻ അറിയാമെങ്കിൽ നിന്നതാ ഇങ്ങനെ എടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് കളയാനും എനിക്കറിയാം. പിടികിട്ടിയാ? ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം IM വിജയൻ. ഇത് ചരിത്രം കുറിക്കുന്ന പോരാട്ടമാണ്. ഈ മത്സരത്തിന്റെ ഫലം എന്തായാലും കമന്ററി ബോക്സിൽ നിന്ന് കടൽ തിര പോലെ വാക്കുകൾ വാരി വിതറാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി. ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അടയാളപ്പെടുത്തുന്നു കാലം. ഫാത്തിമ നൂർജഹാൻ ഫ്രം മലപ്പുറം. ഇത് ചരിത്രമാണ്. This is history. അല്ല, this is her story. ശേഷം മൈക്കിൾ ഫാത്തിമ. What you seek is
seeking you. Goal are backed by burning desire. ലക്ഷ്യം, ഈ ലക്ഷ്യം ചിന്തിച്ച് ഉറപ്പിച്ച് മുന്നേറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്രമപ്പെടുത്തിയെടുത്താൽ നമുക്ക് 2024 ഏറെ വിജയിക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ നിന്നും പഠിക്കുക, ഇന്നേക്ക് വേണ്ടി ജീവിക്കുക, നാളേക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. ഏറെ പ്രതീക്ഷയുടെ വർഷമാണ് 2024. ഒലിവർ വെണ്ടൽ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നു, വാട്ട് ലൈസ് ബിഫോർ us ആൻഡ് വാട്ട് ലൈസ് ബിഹൈൻഡ് us ആർ ടൈനി മാറ്റേഴ്സ് കമ്പയർഡ് ടു വാട്ട് ലൈസ് വിത്തിൻ us. നമ്മളിലെ ശക്തി സ്രോതസ് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഏറെ മുന്നേറാൻ സാധിക്കും. 2024 നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി സ്രോതസ്സിനെ തിരിച്ചറിഞ്ഞ് മുന്നേറാൻ സാധിക്കട്ടെ. സ്റ്റാർബക്കിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് പോലെ, ആഡ് ആൻ എക്സ്ട്രാ എലമെൻറ്റ് ഇൻ എവറി ബിഹേവിയർ. ദിസ് എക്സ്ട്രാ എലമെൻറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഹാർട്ട്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഹൃദയത്തെയും ഏകാഗ്രമാക്കി ഹൃദയം ചേർത്ത് വെച്ചുള്ള ഒരു പ്രവർത്തനം അടുത്ത വർഷം നമുക്ക് 2024 നമുക്ക് രൂപീകരിക്കാൻ സാധിച്ചാൽ വിജയം സുനിശ്ചിതം. ഇയേഴ്സ് മേ ചേഞ്ച്, ബട്ട് ദ ഫോർമുല ഓഫ് സക്സസ് വിൽ ഓൾവേസ് റിമെയിൻ ദ സെയിം. വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ അച്ചീവ് വാട്ട് യു വാണ്ട്. ലക്ഷ്യം കൃത്യമായിട്ട് ഉറപ്പിക്കുക. അതിന് ഒരു വിശ്വാസ സംഹിത തന്നെ നമുക്ക് ആവശ്യമുണ്ട്. സ്വന്തമായ വിശ്വാസ സംഹിതയാൽ 2024 നമുക്ക് ഏറെ മുന്നേറാൻ സാധിക്കട്ടെ. സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, അവിസ്മരണീയമായ നേട്ടങ്ങൾ മാത്രം കൊയ്തെടുക്കാൻ സാധിക്കുന്ന, അത്യുജ്വലമായ നേട്ടം നേടാൻ സാധിക്കുന്ന ഒരു 2024 എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവം ഏവർക്കും ഞാൻ നേരുന്നു. താങ്ക് യു.